കുപ്പിയിൽ നിന്നിറങ്ങിയ ഭൂതത്തെ തിരിച്ചു കയറ്റാൻ ഇത്തിരി പാടാണെങ്കിലും പഠിച്ച പണി 18 പയറ്റി കോൺഗ്രസ് അതിൽ വിജയിച്ചു. പറഞ്ഞു വരുന്നത് കെ.എം. മാണിക്കെതിരെ പി.ജെ. ജോസഫിനെ ഇളക്കിവിട്ട് അവസാനം ഇളിഭ്യരായ കോൺഗ്രസിന്റെയും പി.ജെ. ജോസഫിന്റെയും കാര്യം തന്നെയാണ്. ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത് കൊണ്ട് കോട്ടയം പാർലമെന്റ് സീറ്റ് തനിക്ക് വേണമെന്ന കട്ടക്കളിപ്പിലായിരുന്നു ഗായകൻ കൂടിയായ പി.ജെ. ജോസഫ്. പുട്ടിന് പീരയിടുന്നത് പോലെ ജോസഫിന്റെ വാശിക്ക് കോൺഗ്രസ് കൂടെയും പിടിച്ചു. അപകടം മണത്തറിഞ്ഞ കെ.എം. മാണി തോമസ് ചാഴിക്കാടനെ പോലെ ഉഷിരനായ സ്ഥാനാർത്ഥിയെ കളത്തിൽ ഇറക്കി. അത് കണ്ട് അരിശം തീരാഞ്ഞ് ജോസഫ് കോൺഗ്രസ് നേതാക്കൾക്ക് ചുറ്റും മണ്ടി നടന്നു. അങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളുടെ തലയിൽ പുതിയൊരാശയം ഉരുത്തിരിഞ്ഞത്. ജോസഫിനെ ഇടുക്കി പൊതു സ്വതന്ത്രനായി കെട്ടിയിറക്കിയാലും. സംഭവം അറിഞ്ഞ മൂന്നാം മുറയിൽ നിന്ന് തൽക്കാലം മാറി നിന്ന മുസ്ലിം ലീഗ് നേതൃത്വം സടകുടഞ്ഞെഴുന്നേറ്റു. തങ്ങളുമായി അത്തരം കാര്യങ്ങൾ കോൺഗ്രസ് ആലോചിച്ചിട്ടില്ലെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. കെ.എം. മാണിയുടെ കൂടി അനുമതി നേടുമെന്നും കോൺഗ്രസ് നേതൃത്വം അനൌദ്യോഗികമായി പറഞ്ഞിരുന്നു. കോൺഗ്രസ് പച്ചക്കൊടി കാണിച്ചാൽ എം.എൽ.എ. സ്ഥാനം രാജിവെക്കാനും പി.ജെ. ജോസഫ് തീരുമാനമെടുത്തെന്നാണ് അണിയറ രഹസ്യം. അത്രയ്ക്കൊക്കെ കടുങ്കൈ വേണോ ജോസഫെ എന്ന് ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചത്രേ. കോൺഗ്രസിന് അനുകൂല സാഹചര്യം നിലവിലുള്ളതിനാൽ യാതൊരു വിധത്തിലുള്ള മുറുമുറുപ്പും പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടാകരുതെന്ന് രാഹുൽ ഗാന്ധി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടെയാണ് സ്വന്തം പാർട്ടിയിലെ അടി അവസാനിപ്പിക്കും മുമ്പ് കേരള കോൺഗ്രസിനെ നന്നാക്കാൻ ചിലർ അരയും തലയും മുറുക്കി ഇറങ്ങിയത്. ആ നീക്കം ചീറ്റിപ്പോയെന്ന് മാത്രമല്ല, നാണംകെട്ട് പുളിശ്ശേരി കുടിക്കേണ്ട അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്തി. ജോസഫിന് സീറ്റ് നൽകുന്നതിനെ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും ഇ.ടി. മുഹമ്മദ് ബഷീറും അടക്കം ശക്തമായി എതിർത്തു. മൂന്നാം സീറ്റ് ചോദിച്ച ലീഗിനെ അനുനയിപ്പിക്കാൻ പെട്ടപാട് ഉമ്മൻചാണ്ടിക്കും മുല്ലപ്പള്ളിക്കും മാത്രമേ അറിയാവൂ. അതുകൊണ്ട് ജോസഫിനെ മുന്നിൽ നിർത്തി കെ.എം. മാണിക്കെതിരെ കളിക്കാനുള്ള നീക്കം കോൺഗ്രസ് പാതി വഴിയിലങ്ങ് ഉപേക്ഷിച്ചു. അപ്പോഴും ഒറ്റയാനായി നമ്മുടെ പാവം ഗായകൻ പി.ജെ. ജോസഫ് മോഹങ്ങൾ മരവിച്ച മോതിരക്കൈ മുരടിച്ചു എന്ന അവസ്ഥയിലുമായി. പി.ജെ. ജോസഫിന്റെ വാശിയിലും തർക്കത്തിലും അതൃപ്തരായ ഹൈക്കമാൻഡ് അന്ത്യശാസനം നൽകി. എങ്ങനെയും ജയിക്കാവുന്ന കോട്ടയം കുളമാക്കല്ലേ, അതുകൊണ്ട് ജോസഫിനോടുള്ള പ്രേമം അവസാനിപ്പിക്കണം. അങ്ങനെ പുലിവാൽ കല്യാണത്തിൽ സലീം കുമാറിന്റെ മണവാളൻ പറഞ്ഞതുപോലെ അങ്ങനെ പടക്കക്കട ഗുദാഹവ എന്തൊക്കെയായിരുന്നു. ഡാൻസും പാട്ടും മേളോ എല്ലാം പോയി. തമാർ പട. ജോസഫ് വീണ്ടും ജോസഫായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.